നമുക്കിന്ന് ഒരു അടപ്രഥമൻ തയ്യാറാക്കാം. എല്ലായ്പ്പോഴും നമ്മൾ വലിയ അട വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ പിങ്ക് പാലട വെക്കാനായിട്ട് ചെറിയ അട എടുക്കൂലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ അടയാകുമ്പം ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അങ്ങനത്തെ കുറച്ച് ടിപ്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഓരോ രീതിക്കായിരിക്കും ചെയ്യുക. നമ്മളത് ശർക്കര എത്രയാണോ നമ്മൾ അട എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം ശർക്കര എടുക്കാൻ. അങ്ങനെയാണ് കേട്ടോ എൻ്റെ കണക്ക്. എന്നിട്ട് നമ്മൾ ഈ അട എടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5-10 മിനിറ്റ് നല്ലോണം വേവിച്ച്, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് നല്ലോണം വേവിച്ചിട്ട് പിന്നെ തീ താത്തി അവിടെ അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അട നല്ല വെന്ത് പാകമായി കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ ആ വെള്ളം കളഞ്ഞു പിന്നെ ഒരു 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ, വെറുതെ പച്ച വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കഴുകി തോർത്തി ഒരു അരിപ്പയിലോ മറ്റേ മാറ്റി വെക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പശപ്പുണ്ടല്ലോ അത് പോവാൻ വേണ്ടിയിട്ടാണ്. അല്ല പായസത്തിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിൽ 1-2 പ്രാവശ്യം കഴുകി എടുക്കുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ അടയിട്ട് ഒന്ന് ചൂടാക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മുടെ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചേക്കുന്ന അതും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നല്ലോണം യോജിപ്പിച്ച് അത് വരണ്ട് വരുന്ന പരിവാകണം. ആ സമയത്ത് നമുക്കൊരു കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ട പിടിക്കൊന്നുമില്ല, അട ഒറ്റയായിട്ട് കിടക്കും, നല്ല മണവും പിന്നെ പായസത്തിന് നല്ല കളറും കിട്ടും. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വരട്ടിയെടുക്കുക. വരട്ടി അതിൽ വെള്ളം എല്ലാം തീർന്നു നല്ല ഇതായി എന്ന് കാണുമ്പോൾ നമ്മൾ തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലും എടുത്ത് വെക്കും. ആ 2-ാം പാൽ ഒഴിച്ച് അതും നല്ലോണം യോജിപ്പിക്കുക. അതിനുശേഷം നമ്മളൊന്ന് തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി ഈ അടയും ശർക്കരയും തേങ്ങയുടെ പാലും ഒക്കെ കൂടെ ഒന്ന് നല്ലോണം ഒന്ന് നന്നായി വരാൻ വേണ്ടിയിട്ട് കൂട്ടായി യോജിച്ച് നല്ല ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആവശ്യമെങ്കിൽ 1-2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നല്ല വരണ്ട് വരും, നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അത് പാകമായി വെള്ളമെല്ലാം വറ്റി, നമ്മൾക്കറിയാമല്ലോ ആ ഒരു പാകം. അതായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് 1-ാം പാൽ ഒഴിക്കാവുള്ളൂ. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരിക്കലും ഗ്യാസിൽ തിളപ്പിക്കരുത്. ഗ്യാസിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. തേങ്ങാപ്പാൽ ഇപ്പം നമ്മൾ ഓലനൊക്കെ വെക്കുമ്പോഴത്തേക്കും കണ്ടിട്ടില്ലേ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് തേങ്ങാപ്പാൽ ഒഴിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞിട്ട് കൊഴുപ്പില്ലാതായിപ്പോവും. നമ്മുടെ പായസത്തിൽ ഇങ്ങനെ വേറെ പാല് വേറെ അട വേറെ അങ്ങനെ ഒന്നൊന്ന് യോജിപ്പില്ലാണ്ട് ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ കിടക്കും, കൊഴുപ്പില്ലാതെ അങ്ങനെ കിടക്കും ഒറ്റയായിട്ട്. അത് അത്ര രസമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറഞ്ഞ തീയിൽ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ ഗ്യാസ് ഓഫ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാകാനേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. അതിന് ശേഷം നമ്മൾ അങ്ങനെ നല്ല റെഡിയായി അവിടെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഏലക്കപ്പൊടി, ചുക്കോ ജീരകപ്പൊടിയോ അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ നമ്മൾ വറുത്തിടും. നല്ല മൂത്ത തേങ്ങ ഉണ്ടെങ്കിൽ കുഞ്ഞുകുഞ്ഞായി അരിഞ്ഞ് അത് നെയ്യിൽ വറുത്തൊഴിക്കാം. ഇനി അല്ല എങ്കിൽ അതില്ലെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമാണെങ്കിൽ അത് വറുത്തൊഴിക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. അങ്ങനെ അത് ഒന്ന് അടച്ചു വെക്കുക. ആ സ്മെല്ലൊന്നും പുറത്തേക്ക് പോകാതെ ഒരു കുറച്ച് നേരം അടച്ചു വെക്കുക. അപ്പോഴേക്കും ഇത് നല്ല കുറുകും. നല്ല കുറുകിയതിന് ശേഷം മാത്രം നമ്മൾ സെർവ് ചെയ്യുക. നല്ല പാകമായിട്ടുള്ള പായസം കിട്ടും, നല്ല കറക്റ്റായിരിക്കും. നമ്മൾ പഴമോ പപ്പടമോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കഴിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.